സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ ഗണിതം ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് നല്ല നാടിനായി നല്ല നാളേക്കായി. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? നല്ല നാടിനായി നല്ല നാളേക്കായി. അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രം കണ്ടാൽ തന്നെ നമുക്കൊക്കെ അറിയാം എന്തോ ഒരു നല്ല കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടല്ലേ. എന്താ അവർ ചെയ്യുന്നത്? എല്ലാവരും എന്താ ചെയ്യുന്നത്? തൻ്റെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയാണല്ലേ. അപ്പം നോക്കിക്കോ, വലിയറ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ ശുചിത്വ മത്സരമാണ്. ഇത്തവണ 1ാം സ്ഥാനം നേടണം. റെഹാനും റിയയും അച്ഛനും അമ്മയ്ക്കൊപ്പം വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പം എന്താ സംഭവം? അവരുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു ശുചിത്വ മത്സരം നടക്കുകയാണ്. ആ ശുചിത്വ മത്സരത്തിൽ 1ാം സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. മനസ്സിലായല്ലോ? ഇനി കണ്ടോളൂ. നോക്കിക്കോ, ആദ്യത്തെ ചിത്രത്തിൽ ഒരു സോപ്പ് പത, ഒരു ബക്കറ്റ് നിറച്ച് സോപ്പ് പതയുണ്ട്. സോപ്പ് പത നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോപ്പും വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത്? തറ തുടക്കാനും എല്ലാം വൃത്തിയാക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ സോപ്പ് പത പറയണേ, റെഹാനും റിയയും ഇപ്പോഴെത്തും, ഞാൻ റെഡി അല്ലേ. ആര് റെഡിയായി? നമ്മുടെ സോപ്പ് പത റെഡിയായി നിൽക്കുകയാണ്, സോപ്പും വെള്ളം റെഡിയായി നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ അടുത്ത ആളതാ ഒരു കാട്ടൻകോരി. കാട്ടൻകോരി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയോ? നമ്മുടെ വേസ്റ്റൊക്കെ അടിച്ചു വാരി കയറ്റുന്ന ഒരു സാധനം അല്ലേ. അയാൾ അത് പറയാണ്, ചപ്പ് ചവറുകൾ ഞാൻ കോരിയെടുക്കും. ചപ്പ് ചവറ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കോരിയെടുത്ത് വൃത്തിയാക്കും. പിന്നെ അതാ ഒരു മോപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ട് വരാന്തയെല്ലാം ഞാൻ വൃത്തിയാക്കും മോപ്പ് പറഞ്ഞു. എന്താ മോപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ തുടക്കുന്ന ഒരു സാധനം അല്ലേ. അപ്പോൾ വരാന്തയെല്ലാം ഞാൻ വൃത്തിയാക്കുന്ന ആര് പറഞ്ഞു? മോപ്പ് പറഞ്ഞു. കിട്ടിയല്ലോ. അപ്പം എല്ലാവരും സെറ്റായി റെഡിയായി നിൽക്കുകയെന്ന്. എന്തിന്? വീടും പരിസരവും ഒക്കെ ശുചിയാക്കാൻ വേണ്ടിയിട്ട്. വലിയറ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മത്സരം. പ്രിയരെ, നമ്മുടെ വലിയറ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കണം. നന്നായി വൃത്തിയാക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. നമ്മുടെ നാട് വൃത്തിയുള്ള നാടാക്കി മാറ്റാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രസിഡന്റ്, വലിയറ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു നോട്ടീസ് അവിടെ കൊടുത്തിട്ടില്ല, ഒരു കത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടില്ലേ അല്ലേ. എന്താണ് ആ അനൗൺസ്മെൻറ്റ്? കത്തിലുള്ള അനൗൺസ്മെൻറ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് എന്താക്കാൻ പോവുകയാണ്? സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? വീടും പരിസരമൊക്കെ ശുചിയാക്കണം, എല്ലാവരും പങ്കെടുക്കണം. ഏറ്റവും നന്നായി ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? സമ്മാനം നൽകുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും സ്വന്തം വീട്ടിലെ പണികൾ അവർ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, റെഹാനും റിയയും വന്നു, അവരുടെ വീട് വൃത്തിയാക്കിയെന്നു. അപ്പോൾ റിയ പറഞ്ഞു, പ്ലാസ്റ്റിക് സാധനങ്ങൾ വേറെ വെക്കണം, ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം. മക്കൾക്കറിയാലോ ഹരിതകർമ്മസേന എന്താണെന്ന്. നമ്മുടെ വീടുകളിൽ എല്ലാ മാസവും പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർ നമ്മുടെ വീട് പ്ലാസ്റ്റിക് രഹിതമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. ആര്? നമ്മുടെ ഹരിതകർമ്മസേന ആണല്ലോ. അപ്പോൾ വീടും പരിസരവും വൃത്തിയാക്കാൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിയ പറഞ്ഞു, പ്ലാസ്റ്റിക് ഒക്കെ വേറെ വെക്കണം, അത് ഹരിതകർമ്മസേന വന്നാൽ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവർ വാങ്ങി. സാധനങ്ങളുടെ വിവരം അവിടെ പട്ടികയിൽ തന്നിട്ടുണ്ട് മക്കളെ. ലോഷൻ 20 രൂപ. ഒരു ലോഷൻ്റെ ഒരു പാക്കറ്റിന്, ഒരു ബോട്ടിലിന് 20 രൂപയാണ് വില. ഒരു സോപ്പിന് 10 രൂപ, മോപ്പിന് 60 രൂപ, ചൂലിന് 30 രൂപ. ഇങ്ങനെയാണ് വിവര പട്ടിക. ലോഷന് 20 രൂപ, സോപ്പ് 10 രൂപ, മോപ്പ് 60 രൂപ, ചൂലിന് 30 രൂപ. ഇങ്ങനെയാണുള്ളത്. മിന്നു 2 ലോഷൻ വാങ്ങി അല്ലേ. മിന്നു എത്ര ലോഷൻ മേടിച്ചു? 2 ലോഷൻ മേടിച്ചു. ഒരു ലോഷന് എത്രയാണ് രൂപ? നമ്മുടെ വിവര പട്ടിക നോക്കിക്കോളൂ. 20 രൂപയാണ് ഒരു പാക്കറ്റ് ലോഷന്, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ലോഷന്. അപ്പോൾ 2 എണ്ണം മേടിച്ചു. അപ്പോൾ എത്ര പൈസ ചിലവായി? 20 രൂപ പ്ലസ് 20 രൂപ. അപ്പോൾ 20 കൂട്ടണം. 20 കൂട്ടിയാൽ എത്ര? ടീച്ചർ അവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ എഴുതിയിട്ടതാ 20 + 20, 20 + 20 എത്ര കിട്ടും? 40 കിട്ടും അല്ലേ. അപ്പോൾ അവൾക്ക് ചിലവായ പൈസ എത്രയാണ്? മിന്നുവിന് ചിലവായ പൈസ എത്രയാണ്? 40 രൂപ. ആ 40 എന്ന കാര്യം മക്കളെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. 20ൻ്റെ ഇരട്ടിയാണ് എന്തെന്ന്? 40.
20ഉം 20ഉം കൂട്ടി എത്ര കിട്ടി? 40 കിട്ടി. അതിനർത്ഥം എന്താണ്? 20ൻ്റെ ഇരട്ടിയാണ് 40, അല്ലേ? 20ൻ്റെ ഇരട്ടിയാണെന്ത്? 40. അതായത് ഒരു സംഖ്യയോട് അതേ സംഖ്യ കൂട്ടിയാൽ ഇരട്ടി കിട്ടും. ഇത് മക്കൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. 1ഉം 1ഉം 2, അറിയാലോ. ഒന്നിനോട് ഒന്ന് തന്നെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. ആ 2 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇരട്ടിയാണ്? എന്തിൻ്റെ ഇരട്ടിയാണ്? നമ്മൾ 1ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഒരു സംഖ്യയോട് അതേ സംഖ്യ തന്നെ കൂട്ടിയാൽ എന്ത് കിട്ടും? ആ സംഖ്യയുടെ ഇരട്ടി നമുക്ക് കിട്ടും. 1ൻ്റെ ഇരട്ടി 2, 20ൻ്റെ ഇരട്ടി 40, 2ൻ്റെ ഇരട്ടി 4, 3ൻ്റെ ഇരട്ടി 6, ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? ഇനി ആമി 5 സോപ്പ് വാങ്ങി. ആമി എത്ര സോപ്പ് മേടിച്ചു? 5 സോപ്പ് മേടിച്ചു. ഈ 5 സോപ്പിന് എത്ര രൂപയായി എന്ന് മക്കളോട് ചോദിക്കുന്നതാണ്. ഒരു സോപ്പിന് എത്രയാ മക്കളെ പൈസ? ഒരു സോപ്പിൻ്റെ രൂപ എത്രയാ? 10 രൂപയാണ്. അങ്ങനത്തെ എത്ര സോപ്പ് മേടിച്ചു? 5 സോപ്പ് മേടിച്ചു. അപ്പം എങ്ങനെ പൈസ കൂട്ടുക? 5 തവണ 10 എഴുതി കൂട്ടണം, അല്ലേ? 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10. അങ്ങനെ 5 തവണ 10 വെച്ച് കൂട്ടാൻ മക്കൾ എണ്ണിക്കോ. ഒന്നാമത്തെ 10 10, രണ്ടാമത് 10നോട് 10 കൂട്ടുമ്പോൾ എത്ര വരും? 20, 20നോട് 10 കൂട്ടിയാൽ 30, 30നോട് 10 കൂട്ടിയാൽ 40, 40നോട് 10 കൂട്ടിയാലോ എത്ര കിട്ടും? 50 കിട്ടും, അല്ലേ? 40നോട് 10 കൂട്ടിയാൽ 50 കിട്ടും. അങ്ങനെ ആമി 5 സോപ്പ് വാങ്ങിയിട്ട് ആമിക്ക് എത്ര പൈസയായി? 50 രൂപ ചിലവായി. ഇനി നോക്കിയേ, അവിടെ 2 ചൂല് കൊടുത്തിട്ടുണ്ട്, അല്ലേ? 2 ചൂല് കൊടുത്തിട്ടുണ്ട്. ഒരു ചൂലിൻ്റെ പൈസ എത്രയാണ് മക്കളെ? 30 രൂപ, അല്ലേ? ഒരു ചൂലിൻ്റെ പൈസ എത്രയാണ്? ആ ടേബിൾ നോക്കണേ. ഒരു ചൂലിൻ്റെ പൈസ എത്രയാണ്? 30 രൂപയാണ്, അല്ലേ? ഒരു ചൂലിൻ്റെ പൈസ 30 രൂപ. അങ്ങനത്തെ എത്ര ചൂല് മേടിച്ചു? 2 ചൂല് മേടിച്ചു, അല്ലേ? ഒരു ചൂലിൻ്റെ പൈസ 30 രൂപ. അങ്ങനത്തെ എത്ര ചൂല് മേടിച്ചു? 2 ചൂല് മേടിച്ചു. അപ്പം എങ്ങനെയാ ചൂലിൻ്റെ വില കാണുക? താഴെ എഴുതിയിട്ടതാ, റൈറ്റ് സൈഡിൽ ടീച്ചർ എഴുതിയിട്ടതാ 30 കൂട്ടണം 30. 30നോട് 30 കൂട്ടി എത്ര കിട്ടും? മക്കളൊന്ന് കൂട്ടി നോക്കിയേ. ടീച്ചർ എഴുതിയ ഉത്തരം തന്നെ നോക്കണ്ട, മക്കൾ തന്നെ ഒന്ന് കൂട്ടി നോക്കിയേ. 30ഉം 30ഉം കൂട്ടി എത്ര കിട്ടും? 60 കിട്ടും. മനസ്സിലായോ? 30ഉം 30ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 60 കിട്ടും. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 30ൻ്റെ ഇരട്ടിയാണ് എത്ര? 60. ഒരു സംഖ്യയോട് അതേ സംഖ്യ തന്നെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ സംഖ്യയുടെ ഇരട്ടി കിട്ടും. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടി 30ൻ്റെ ഇരട്ടി 60. അപ്പോൾ 2 ചൂലും കൂടി അവർ വാങ്ങിയതിൻ്റെ എമൗണ്ട് 60 രൂപ. ഇനി ഒരു മോപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടതാ. ഒരു മോപ്പിന് എത്രയാ റേറ്റ്? 60 രൂപ. അങ്ങനത്തെ എത്ര മോപ്പ് മേടിച്ചു? ഒറ്റൊന്നേ മേടിച്ചിട്ടു. അപ്പോൾ പൈസ എത്രയായി? 60, അല്ലേ? മോപ്പിൻ്റെ രൂപ 60. അപ്പം മോപ്പിന് അവർക്ക് ആകെ ചിലവായത് 60. സോപ്പിന് ആകെ ചിലവായത് 50. മോപ്പിന് 60, ചൂലിന് 60. അപ്പം ഇത്രയും പൈസ കൊടുത്തിട്ട് അവർ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി അതാ ഹരിതകർമ്മസേന വന്നു. ഹരിതകർമ്മസേനയിലെ പ്രിയയും കവിതയും വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയാണ്, അല്ലേ? നമ്മുടെ വീട്ടിൽ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വരാറില്ലേ? അപ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്യും? മാലിന്യം ശേഖരിക്കും. അപ്പോൾ അവരിന്ന് പറയുന്നേ, 45 മുതൽ 99 വരെയുള്ള വീടുകളിൽ നിന്നും ഇന്ന് ശേഖരിക്കണം. കുറേ വീടുകളിൽ കയറണം അവർക്ക്. അപ്പോൾ ഇന്ന് അവർ പറയുന്നത് 45 മുതൽ 99 വരെയുള്ള വീടുകളിൽ നിന്നും ഇന്ന് ശേഖരിക്കണം, മാലിന്യങ്ങൾ ഇന്ന് ശേഖരിക്കണം. അവിടെ ഏതാ കൊടുത്തിട്ട് 45 മുതൽ 57 വരെ അവിടെ ഒരു ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴെ 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57 ഇങ്ങനെ ഒരു ലൈനായിട്ട് അവിടെ ഒരു കുഞ്ഞ് ടേബിളിൽ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീടുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചേച്ചി പറയുന്ന കേട്ടോ, 45 മുതൽ 57 വരെയുള്ള വീടുകളിൽ നമ്മൾ കയറി, അല്ലേ? എത്ര വരെ അവർ കയറിക്കഴിഞ്ഞു? 57ാമത്തെ വീട്ടിലും വരെ കയറിയിട്ട് അവർ സാധനങ്ങൾ വാങ്ങി, മീൻസ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞു, വേസ്റ്റ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരെത്ര വീട്ടിൽ കയറി എന്നാണ് ചോദ്യം. 45 മുതൽ 57 വരെ കയറി, അല്ലേ? അതിനർത്ഥം ദാ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വീടിലും അവർ കയറി. 45 എന്ന് പറയുന്ന ഒന്നാമത്തെ വീട്, 46 2, 47 3, 48 4, 49 5, 50 6, 51 7, അങ്ങനെ 57 വരെയിലെ വീട്ടിൽ അവർ കയറി. അപ്പോൾ ടോട്ടല് അവരെത്ര വീട്ടിൽ കയറി? അതാണ് ഒന്നാമത്തെ ആൾ ചോദിക്കുന്ന കാര്യം, അല്ലേ? ഒന്നാമത്തെ ആൾ പറഞ്ഞു 45 മുതൽ 57 വരെയുള്ള വീടുകളിൽ നമ്മൾ കയറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വീട്ടിൽ കയറി?
ഉത്തരം എന്താ? മക്കൾ എണ്ണി കൂട്ടുക, തൊട്ട് കൂട്ടുക. എത്ര കിട്ടും? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുമ്പിൽ വെക്കണേ, അത് മറക്കരുത്. അപ്പം അങ്ങനെ എത്ര വീടുകളിൽ കയറി? അവർ 13 വീടുകളിൽ കയറി അല്ലേ? അവരെത്ര വീടുകളിൽ കയറി? 13 വീട്ടിൽ കയറി. ഇനി നോക്കിക്കോ, ഇനി 58 മുതൽ 99 വരെ ബാക്കിയുണ്ട്. 58 മുതൽ 99 വരെ ബാക്കിയുണ്ട്. അപ്പം മറ്റേ ചേച്ചി പറയുന്നത് നിങ്ങൾ 45 മുതൽ 57 വരെ നമ്മൾ കയറി, ഇനി എത്ര ബാക്കിയുണ്ട്? 57 വരെ കയറിയിട്ടു. 58 മുതൽ 99 വരെ എന്തുണ്ട്? ഇവിടെ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വീട് ബാക്കി? മക്കളെ എണ്ണി കൂട്ടണം, നല്ല പണിയുണ്ടല്ലേ, പറക്കി കൂട്ടണം. അപ്പോൾ എത്ര വീടുകൾ ബാക്കിയുണ്ട്? എണ്ണുക. 58, 59, 60, അങ്ങനെ 99 വരെ എണ്ണിയിട്ട് നമ്മൾ വീടുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പം മക്കൾ എണ്ണി കൂട്ടിയിട്ട് മക്കൾക്ക് 42 എന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം മക്കൾ ചെയ്യണേ. 42 നമുക്ക് എന്ത് കിട്ടണം? ഉത്തരം കിട്ടണം. മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ നോക്കിയേ, അത് കിട്ടാനുള്ള ഉത്തരം 42 നമുക്ക് ഉത്തരം കിട്ടണം. അത് കിട്ടാനുള്ള ക്രമമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ടീച്ചറെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ തന്നെയാണ്. അവിടെ എന്താ പറയുന്നത്? 58 മുതൽ 99 വരെ മക്കൾ എന്ത് ചെയ്യണം? ക്രമത്തിൽ എഴുതണം. അവിടെ കൊടുത്തിട്ടുണ്ട് 58, 59, 60, 61 കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് എഴുതണം? അടുത്ത സംഖ്യ ഏതാ? 61 കഴിഞ്ഞാൽ 62, 63, 64, 65, 66, 67, 68, 69, 70, 71 അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളത് ഫില്ല് ചെയ്യണം. താഴത്തെ രണ്ടാമത്തെ വരിയിലോ 71 വരെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 72 തൊട്ട് അവിടെ എഴുതണം. 72, 73, 74, 75, 76, 77, 78 അങ്ങനെ മക്കൾ അത് എഴുതി 99 വരെ കംപ്ലീറ്റ് ചെയ്യണം. അത് മക്കൾക്കുള്ള പണിയാണ്, ടീച്ചർ എഴുതി കാണിക്കൂല. നമ്പർ എഴുതാനൊക്കെ മക്കൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി അവിടെ ടീച്ചറെ സഹായം പ്രതീക്ഷിക്കരുത്, മക്കൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ 99 വരെ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക, നമ്പേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ലൈൻ നോക്കിയേ, 58 മുതൽ 71 വരെയുള്ള ലൈൻ. അവിടെ എത്ര നമ്പർ ഉണ്ട്? ദാറ്റ് മീൻസ് എത്ര കോളത്തിൽ നമ്മളിപ്പോൾ എഴുതി? അതായത് 58 മുതൽ 71 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര എണ്ണമുണ്ട്? മക്കളൊന്ന് എണ്ണി കൂട്ടിയാൽ മതി, തൊട്ട് കൂട്ടിയാൽ മതി. 14 എണ്ണമുണ്ട്. രണ്ടാമത്തെ വരിയിലും എത്രയുണ്ട്? എണ്ണിക്കൂട്ടണം. എത്രയുണ്ട്? 14 എണ്ണം തന്നെ. മൂന്നാമത്തെ വരിയിലോ 14 എണ്ണം തന്നെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവർ കയറാനുള്ള വീടുകളുടെ എണ്ണം നമുക്കിപ്പം കിട്ടും. എങ്ങനെ അറിയാം? 14 കൂട്ടണം 14 കൂട്ടണം 14. എത്ര? 14 കൂട്ടണം 14 കൂട്ടണം 14 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അത് കൂട്ടി നോക്കിയാൽ മക്കൾക്ക് ഉത്തരം കിട്ടും 42. മനസ്സിലായോ? ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ അതും പറയണം ടീച്ചറോട്. ടീച്ചർക്ക് മാജിക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാലേ ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് ടീച്ചറോട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കുറച്ചുകൂടി നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. എല്ലാവരും ടീച്ചറെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത് മറന്നു പോകരുത്. ഓക്കെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയറും കൂടെ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ വേറെയും കുട്ടികളില്ലേ? അപ്പോൾ അതേ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും കൂടി അവരുടെ പാരൻസിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവരും പഠിക്കുക. നമുക്ക് കുറച്ച് വെക്കേഷൻ വരുന്നുണ്ട് അല്ലേ? കുറച്ച് ദിവസം ലീവാണ്. അപ്പോൾ ആ ലീവിനുള്ള സമയത്ത് മക്കൾക്കിത് യൂസ്ഫുള്ളാവും. അപ്പോൾ മൂന്നാമത്തെ പാഠം എല്ലാവരും ഇരുന്നൊന്ന് പഠിക്കുക. ആ നമ്പറൊക്കെ മനസ്സിലങ്ങ് ഉറക്കട്ടെ. നമ്പേഴ്സിനെ കുറിച്ചുള്ള പാഠാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ മനസ്സിലും നമ്പേഴ്സ് അവിടെ ഉറച്ചിരിക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഇനി നോക്കിക്കോ, ഈ വീടുകളിൽ കയറുന്ന ഹരിതകർമ്മസേന പറയണേ, വീടുകളിൽ ഒട്ടിക്കാൻ ബാക്കിയുള്ള സ്റ്റിക്കറുകൾ ക്രമമായി വയ്ക്കുകയാണ് കവിത. ഓക്കെ, നമ്മുടെ കവിത ചേച്ചി എന്ത് ചെയ്യാണ്? ഓരോ വീട്ടിലും സ്റ്റിക്കർ ഒട്ടിക്കണം, എണ്ണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റിക്കർ ക്രമമാക്കി വെക്കുകയാണ് കവിത. അവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 84 ഉണ്ട്, 89 ഉണ്ട്, 91 ഉണ്ട്, 94 ഉണ്ട്, 85 ഉണ്ട്, 90. അതിങ്ങനെ ആകെ വാരി വലിച്ച് കിടക്കുകയെന്നല്ലേ.
അതല്ല ഇങ്ങനെ ആടി ഇടിയും കിടക്കുകയെന്ന്, ചെതറിക്കിടക്കുകയെന്ന്. അത് ക്രമമാക്കി വെക്കുകയെന്ന് ആരി, നമ്മുടെ ഹരിതകർമ്മസേനയിലെ കവിത ചേച്ചി. അപ്പോൾ അവരെ ഫ്രണ്ട്സ് എത്തി. ഓരോരുത്തരും എടുത്ത സംഖ്യകൾ അവരുറക്കെ വായിച്ചു. അവരെ ഫ്രണ്ട്സ് വന്നു അവരെ കാർഡ് അടുക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഓരോരാളും ഓരോ കാർഡ് എടുത്തു. ഓക്കെ, സംഖ്യാ കാർഡ് പോലത്തെ ഈ കാർഡ്, ഈ സ്റ്റിക്കർ എടുത്തിട്ട് എടുത്ത കാർഡിലെ സംഖ്യ അവരുറക്ക വായിച്ചു. ഒന്നാമത്തെ ചേച്ചിക്ക് കിട്ടിയത് 84, 84. ഓക്കെ, 84 അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്ക് കിട്ടിയത് എത്രയാണ്, 84. അവരവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. സംഖ്യയുടെ മലയാളം തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മക്കൾ എന്ത് ചെയ്യണം, അവിടെ കുറച്ച് സംഖ്യകളും കൂടെ കൊടുത്തിട്ടുണ്ട്, ഓരോരാളും എടുത്ത സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അത് മക്കൾ തന്നെ മലയാളത്തിൽ എഴുതണം. ഓക്കെ, മക്കൾ തന്നെ എഴുതണം, ടീച്ചർ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അടുത്ത സംഖ്യ ഏതാ, ടീച്ചർ പറഞ്ഞു തരും, മക്കൾ തന്നെ എഴുതണം. അപ്പോൾ അടുത്ത സംഖ്യ, രണ്ടാമത്തെ ചേച്ചി പറയുന്ന സംഖ്യ എത്രയാ, 93, 93. എത്രയാ വായിക്കുക, 93. 93 എത്രയാ വായിക്കുക, 93 അല്ലേ. അപ്പോൾ 93 എന്ന സംഖ്യയാണ് അടുത്തത്. അപ്പോൾ ആ ചേച്ചി എന്ത് പറയണം, എന്ത് വേണം മലയാളത്തിൽ എഴുതേണ്ടത് മക്കളവിടെ, 93. കിട്ടിയല്ലോ. ഇനി അടുത്ത ചേച്ചി 78 എന്ത് വായിക്കും, 78. അതുപോലെ മലയാളത്തിൽ താഴെ എഴുതണം, 78. അടുത്ത ചേച്ചി പറഞ്ഞു 85, അതിൻ്റെ താഴെ എഴുതണം 85. ഇനി അടുത്ത ചേച്ചി മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്, നമ്പർ അവിടെ കൊടുത്തിട്ടില്ല അല്ലേ, 97. അവിടെ എന്ത് ചെയ്യണം, നമ്പർ എഴുതണം. എങ്ങനെയാണ് നമ്പർ എഴുതുക, 97 എന്ന് പറഞ്ഞാൽ എത്രയാ, എങ്ങനെ എഴുതുക, 97 അല്ലേ, 97 97. അപ്പോൾ 97 അവിടെ എഴുതണം. ലാസ്റ്റ് ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ അവിടെ പറഞ്ഞോ, മുകളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞോ. നമുക്ക് 96 പറഞ്ഞാലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പറയാം കേട്ടോ, 96 പറയാം തൽക്കാലം. ടീച്ചർക്ക് ഇഷ്ടം 96 ആണേ. അപ്പോൾ ടീച്ചർ പറയുന്നത് 96. അപ്പോൾ 96 എന്ന് എഴുതണം, താഴെ എന്ത് ചെയ്യണം, 96 എന്ന് മലയാളത്തിൽ എഴുതി വെക്കണം. മനസ്സിലായോ? ഇനി ടീച്ചർ പറഞ്ഞു കാർഡുകളെല്ലാം ചെതറിക്കിടന്നതാണല്ലേ. അപ്പോൾ കവിത എന്ന് പറഞ്ഞ ചേച്ചി ഇതൊക്കെ പറക്കി വെക്കുന്നതാണ് ഉണ്ടായത്. അങ്ങനെ അവരത് ക്രമമായി അടുക്കി വെച്ചു. അപ്പം ക്രമത്തിൽ മക്കൾ എന്ത് ചെയ്യണം, ആ കാർഡിലെ നമ്പേഴ്സ് ഒന്ന് എഴുതണം. ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. 84 ഒന്നാമത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത തന്നെ 84. രണ്ടാമത്തെ സംഖ്യ എന്നാ 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. ഓക്കെ, അപ്പോൾ അത്രയായാൽ ആ ഭാഗം കഴിഞ്ഞു. ഇത് മക്കൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ, ഇത് വൃത്തിയിൽ ഇതുപോലെ എഴുതി വെക്കുക. അടുത്തത്, ഇനി നമ്മുടെ റഹാനും റിയയും വീട് വൃത്തിയാക്കുന്ന സമയത്ത് അവർക്കൊരു സഞ്ചി കിട്ടി. ആ സഞ്ചിയിൽ നിന്ന് അവർക്ക് കുറച്ച് സംഖ്യാ കാർഡുകൾ കിട്ടി. ആദ്യം അവരുടെ സംഭാഷണം നോക്കാം. നിറയെ സംഖ്യാ കാർഡുകളാണല്ലോ, ചുവന്ന കാർഡുകളും നീല കാർഡുകളുമുണ്ട്. ഓക്കെ, 2 ടൈപ്പ് കാർഡ് അവർക്ക് കിട്ടി, ചുവപ്പ് കളറുള്ളതും നീല കളറുള്ളതും. നീല കളറുള്ളതാണല്ലേ കൂടുതലായിട്ടുള്ളത്, ചുവപ്പ് കളറുള്ളത് ആകെ 5 എണ്ണയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയോ, ഒരു ചുവപ്പ് കാർഡിലെ സംഖ്യയും ഒരു നീല കാർഡിലെ സംഖ്യയും കൂട്ടി അവർ കുറച്ച് സംഖ്യകൾ ഉണ്ടാക്കി. അവ നോക്കൂ. 57 ഒന്നാമത്തെ സംഖ്യ, 57, 5, 7. അപ്പോൾ ഏതൊക്കെ കാർഡുകൾ എടുത്തിട്ടായിരിക്കും കൂട്ടിയിട്ടുണ്ടാവുക, 50ൻ്റെ ചുവപ്പ് കാർഡും 7ൻ്റെ നീല കാർഡും എടുത്തു അല്ലേ. 50ൻ്റെ ചുവപ്പ് കാർഡും എടുത്തു, 7ൻ്റെ നീല കാർഡും എടുത്തു. അങ്ങനെ അവർക്ക് എന്ത് കിട്ടി, 57 കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ നോക്കിയേ, 81. എങ്ങനെയാണ് 81 കിട്ടിയത്, 80 എന്ന് എഴുതിയ ചുവപ്പ് കാർഡും 1 എന്ന് എഴുതിയ നീല കാർഡും എടുത്തു അല്ലേ. 80 എന്ന് എഴുതിയ ചുവപ്പ് കാർഡ്, 1 എന്ന് എഴുതിയ നീല കാർഡും എടുത്തു. അങ്ങനെ എന്ത് കിട്ടി, 81 കിട്ടി. അപ്പം 80ഉം 1ഉം 81. അടുത്ത സംഖ്യ നോക്കി, അവരെടുത്ത അടുത്ത സംഖ്യ കൂട്ടി ഉണ്ടാക്കിയ സംഖ്യ 6, 8 അല്ലേ, 68. 68 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 60 എന്നുള്ള ചുവപ്പ് കാർഡ് എടുക്കണം, അതിൻ്റെ കൂടെ 8 എന്നുള്ള നീല കാർഡ് എടുക്കണം. 60ഉം 8ഉം 68. മക്കളിത് എഴുതി കൂട്ടണം കേട്ടാ. 60ഉം 8ഉം 68, അല്ലെങ്കിൽ എണ്ണി കൂട്ടണം. അടുത്തത് 79 എന്ന സംഖ്യ. എങ്ങനെ 79 എന്നുള്ള സംഖ്യ കിട്ടുക, മക്കളെന്നൊന്ന് പറഞ്ഞേ. ടീച്ചർ പറയുന്നില്ല, മക്കളെന്നൊന്ന് പറഞ്ഞേ. 79 എങ്ങനെയാണ് കിട്ടുക, പറഞ്ഞോ, പറടോ.
എങ്ങനെ കിട്ടുക? 70 എന്നുള്ള ചുവപ്പ് കാർഡ് എടുക്കണം അല്ലേ? പിന്നെയോ 9 എന്നുള്ള നീലക്കാർഡും എടുക്കണം. 70 എന്നുള്ള ചുവപ്പ് കാർഡും 9 എന്നുള്ള നീലക്കാർഡും എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 79 കിട്ടും. അടുത്ത സംഖ്യ നോക്കിയേ, 47. 47 കിട്ടാൻ എങ്ങനെ എടുക്കണം? 40 എന്നുള്ള ചുവപ്പ് കാർഡും 7 എന്നുള്ള നീലക്കാർഡും എടുക്കണം. 40 എന്നുള്ള ചുവപ്പ് കാർഡും 7 എന്നുള്ള നീലക്കാർഡും എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 47 കിട്ടും. മക്കൾക്ക് മനസ്സിലായല്ലോ? എങ്ങനെയാന്ന് റെഹാനും റിയയും ചുവന്ന കാർഡും നീലക്കാർഡും കൂട്ടി എഴുതിയെന്ന് മനസ്സിലായല്ലോ? അടുത്ത സ്ലൈഡിലേക്ക് പോവാണേ, ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇപ്പം കിട്ടിയ ഈ നമ്പേഴ്സിന്, അതായത് ഇപ്പം അവർ കൂട്ടി കിട്ടിയ സ്ഥാനം, അതായത് 57, 81, 68, 79, 47, ഇതിനാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഏറ്റവും ചെറുത് ആദ്യം എഴുതണം, അതിൽ നിന്ന് വലുതിലേക്ക് പോകണം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ആ നമ്പേഴ്സിൽ 57, 81, 68, 79, 47 ഏറ്റവും ചെറുത് ഏതാ മക്കളെ? ഏറ്റവും ചെറുത് കണ്ടുപിടിച്ചേ വേഗം കണ്ടുപിടിച്ചേ. ഏറ്റവും ചെറുത് 57, 81, 68, 79, 47 ഏറ്റവും ചെറുത് ഏതാ? വേഗം സ്പീഡാക്ക്. ഏതാണ്? 47 അല്ലേ? 4, 7 ഏറ്റവും ചെറുത്. അടുത്തത് 47 വലുതേതാ? കുറച്ചും കൂടെ വലുത്, ഏറ്റവും വലുതല്ലേ? 47 തൊട്ട് 47 കഴിഞ്ഞാടും പിന്നെ കിട്ടുന്ന നമ്പർ എത്രയായാലുള്ളത്? നോക്കിക്കോ, എത്ര കിട്ടി? 57 അല്ലേ? അപ്പം 47, 57, പിന്നെയോ 68, പിന്നെ 79, പിന്നെ 81 അല്ലേ? അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ചെറുതിൽ നിന്ന് എങ്ങനെ വലുതിലേക്ക് എഴുതാം? 47, 57, 68, 79, 81. കിട്ടാത്ത മക്കൾക്ക് ടീച്ചർ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടേ, അതൊന്നും നോക്കണേ. ഇനി മക്കൾ തന്നെ സംഖ്യ ഉണ്ടാക്കണം. ഇതുപോലെ ചുവപ്പ് കാർഡിലെ ഒന്നും നീലക്കാർഡിലെ ഒന്നും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? സംഖ്യകൾ ഉണ്ടാക്കണം. ടീച്ചർ അവിടെ ഉദാഹരണത്തിന് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 59, 50ഉം 9ഉം കൂട്ടി 59 കിട്ടും. അടുത്തത് 82, 8, 2, 80ഉം 2ഉം കൂട്ടിയ 82 കിട്ടും. അടുത്ത നമ്പർ 76, 70ഉം 6ഉം കൂട്ടിയ 76 കിട്ടും. അടുത്തത് 67, 60ഉം 7ഉം കൂട്ടിയ 67 കിട്ടും. ലാസ്റ്റ് ടീച്ചർ എഴുതിയ നമ്പർ എത്രയാ? താഴെയുള്ളത്, താഴെയായിപ്പോയി അത്. അപ്പം 48, 40ഉം 8ഉം കൂട്ടിയ എത്ര കിട്ടും? 48 കിട്ടും. മനസ്സിലായല്ലോ? അപ്പം 40ഉം 8ഉം കൂട്ടിയ 48 കിട്ടും. അപ്പോൾ ഇതാണ് ടീച്ചർ എഴുതിയ സംഖ്യ. മക്കൾ ഇത് എഴുതണ്ട, മക്കൾ വേറെ എഴുതണം. ഓക്കെ, ഇത് ടീച്ചർ ജസ്റ്റ് മക്കൾക്കൊരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നതാ. അപ്പോൾ നിങ്ങൾ വേറെ എഴുതാം. ഇനി ഈ കിട്ടിയ സംഖ്യേന 59, 82, 76, 67, 48 എന്നീ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. എങ്ങനെ? വലുതെന്ന് ചെറുതിലേക്ക്. നേരത്തെ നമ്മൾ എഴുതിയത് ചെറുതെന്ന് വലുതിലേക്ക്. ഇനി എഴുതാൻ പോകുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഏറ്റവും വലുതേതാ? 82. അതിൽ ചെറുതേതാ? 76, പിന്നെ 67, പിന്നെ 59, പിന്നെ 48. ഇത് ടീച്ചർ എഴുതിയ സംഖ്യ വെച്ച് കണ്ടുപിടിച്ചതാ. അതുപോലെ മക്കൾ എഴുതിയ സംഖ്യ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് എഴുതണ്ട, വേറെ എഴുതുക, വേറെ കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ, കമൻ്റ് ഒക്കെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം ടീച്ചറോട്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇതുപോലെ കാർഡുകളിലെ സംഖ്യകൾ കൂട്ടി മറ്റ് സംഖ്യകൾ എഴുതുക. കാർഡിൽ കുറേ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം മക്കൾ ഓരോന്നായിട്ട് പറക്കി നമുക്ക് കുറേ സംഖ്യകൾ എഴുതാൻ പറ്റും. നമുക്കത് എഴുതാലോ. 40നോട് 1 കൂട്ടുക. 40 എന്നുള്ള ചുവപ്പ് കാർഡ്, 1 എന്നുള്ള നീലക്കാർഡ്. 41, 41, അതുപോലെ 42, 42, 43, 43, അങ്ങനെ ഓരോന്നിനോടും കൂട്ടിയിട്ട് എഴുതുക. ടീച്ചർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 41, 42, 43, 44, 45, 46, 47, 48, 49. 50 എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? നമുക്കവിടെ കൂട്ടി എഴുതാൻ വേറൊന്നുമില്ല. 50 അവിടെ ഒറ്റ കാർഡായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 50, 60, 70 ആ സാധനം എഴുതുന്നില്ല. അപ്പം 41 മുതൽ 49 വരെ, 51 മുതൽ 59 വരെ, 61 മുതൽ 69 വരെ, 71 മുതൽ 79 വരെ, 81 തൊട്ട് 89 വരെയും നമ്മൾ എഴുതി. ഓക്കെ, ഇത് കുട്ടികൾ എഴുതണം. പാരൻസ് ഒന്ന് നോക്കണം, അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ അവരെഴുതും, അവർക്ക് അറിയുന്ന നമ്പേഴ്സൊക്കെയാണ്. അടുത്തത് 1കളും 10കളും.
ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കി. അവ 10 വീതമുള്ള കെട്ടുകളാക്കിയും അല്ലാതെയും വച്ചു. ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾ എന്ത് ചെയ്തു? പേപ്പർ സ്ട്രോ ഉണ്ടാക്കി. സാധാരണ മുമ്പൊക്കെ നമുക്ക് കടയിൽ പോയാൽ ജ്യൂസൊക്കെ കുടിക്കാൻ പോയാൽ നമുക്ക് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോയാണ് കിട്ടുക. പക്ഷെ ഇപ്പം അത് കുറച്ചുകൂടി എല്ലായിടത്തും പേപ്പർ സ്ട്രോ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രകൃതി സൗഹൃദമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾ എന്ത് ചെയ്യാണ്? പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയെന്ന്. അവർ 10 വീതമുള്ള കെട്ടുകളാക്കിയും അല്ലാതെയും വെച്ചു. കെട്ടുകളാക്കി വെച്ചത് 10 ഉള്ള കെട്ട്. പിന്നെ അല്ലാണ്ട് ഒറ്റയും തെറ്റുമായിട്ട് അവർ കുറച്ചെണ്ണം അവിടെ വേറെയും വെച്ചിട്ടുണ്ട്. ശ്രീഷ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയത് നോക്കിക്കോ. അവർ 4 കെട്ടാക്കിയിട്ടുണ്ട്. 4 കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിൽ എത്ര എണ്ണം? 10. അങ്ങനത്തെ എത്ര കെട്ട്? 4 കെട്ട്. അപ്പോൾ എണ്ണിക്കോ. 1 10, 2 20, 3 30, 4 40. അപ്പോൾ ടോട്ടൽ 4 എണ്ണം 10, 20, 30, 40. അപ്പം 40 കിട്ടി. രണ്ടാമത്തേൽ നോക്കിയേ, ആ ചേച്ചി എന്താ ചെയ്തിട്ടുള്ളത്? കുറച്ചെണ്ണം വേറെയും വെച്ചിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം വേറെയുണ്ട്. അപ്പോൾ ആടെ എഴുതിയിട്ടതാ 4 10 5 1. 4 10 5 1. 4 10 എത്ര? 40. 5 1 എത്ര? 5 തന്നെ അല്ലേ? അപ്പം 40ഉം 5ഉം എത്ര നമുക്ക് ഉത്തരം കിട്ടും? 45 എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ ആളെ ഉണ്ടാക്കിയത് ആരാന്ന്? അനിക എന്ന് പറഞ്ഞൊരു കുട്ടി അല്ലേ? അനിക എന്ന് പറഞ്ഞ കുട്ടിയോ ചേച്ചിയോ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അനിക എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാക്കിയത് എത്ര എണ്ണം ഉള്ളത് അവിടെ? 7 എണ്ണം അല്ലേ? 7 10ൻ്റെ കെട്ടാക്കി വെച്ചിട്ടുണ്ട്. 3 എണ്ണം വേറെയും ഉണ്ട് അല്ലേ? അപ്പം രണ്ടാമത്തെ സൈഡിൽ മക്കൾ എന്ത് എഴുതണം? 7 10ഉം 3 1 എന്ന് എഴുതണം അല്ലേ? അപ്പം താഴെ 7 10 എത്ര? 7 കൂട്ടം 10 കൂട്ടി എത്ര കിട്ടും? 70 കിട്ടും. അപ്പം 70ഉം 3ഉം 70ഉം 3ഉം കൂട്ടി എത്ര കിട്ടും? 73. 70ഉം 3ഉം 73 കിട്ടിയല്ലോ. അടുത്തത് നന്ദു. നന്ദു 6 കെട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നന്ദു എത്ര കെട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ? 6 കെട്ട്. അപ്പോൾ 6 കെട്ട്, 6 10ൻ്റെ കെട്ട് ഉണ്ടാക്കി. അപ്പോൾ 6 10ഉം എത്ര ഒന്നുണ്ട്? എണ്ണി നോക്കിയാൽ മക്കളെ. 3 3 6 1 7 7 ഒന്നുണ്ട് അല്ലേ? അപ്പോൾ 7 1ഉം 6 10ഉം 7 1ഉം. അപ്പോൾ എത്ര? 6 10 എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ 6 10 എന്നതിൻ്റെ താഴെ മക്കൾ എഴുതണം 60. 7 1 എന്നതിൻ്റെ താഴെ മക്കൾ എഴുതണം 7. അപ്പോൾ 60ഉം 7ഉം ഉത്തരം എത്ര കിട്ടി? 67 എന്ന് കിട്ടി. അടുത്തത് ലാസ്റ്റത്തെ ആളെ ആരുഷ്. ആരുഷ് എത്ര കെട്ടുണ്ടാക്കി അറിയോ? അവനാൾ ഭീകരനാ. അവൻ 9 കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. 9 കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. 4 1 വേറെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 9 കെട്ട് എന്ന് പറയുമ്പോൾ 10ൻ്റെ കെട്ടാണേ. 9 10ഉം 4 1ഉം വരും. 9 10 എത്രയാണ്? 90 9 0 90. 4 1 വേറെയും. അപ്പം 4. അപ്പോൾ 90ഉം 4ഉം 94. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 45 73 67 94. ഇങ്ങനെയാണ് സ്ട്രോയുടെ കെട്ട്. ഈ എണ്ണം ഇപ്പോൾ കിട്ടിയ ഈ എണ്ണം ചെറുതിൽ നിന്ന് മക്കൾ എന്ത് ചെയ്യണം? വലുതിലേക്ക് ക്രമമായി എഴുതണം. അപ്പോൾ ആദ്യം 45 വരും, പിന്നെ 67 വരും, പിന്നെ 73 വരും, പിന്നെ 94 വരും. മനസ്സിലായോ? അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മക്കൾ എന്ത് ചെയ്യണം? ക്രമമായിട്ട് എഴുതണം. 45 67 73 94 എന്നിങ്ങനെ എഴുതിയാൽ ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നോക്കിക്കോ, അദ്വിതയും നന്ദുവും ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോകൾ നോക്കൂ. അദ്വിത എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കി? അതാണ് ആദ്യത്തെ ചോദ്യം. ടീച്ചർ എഴുതിയിട്ടില്ല. എണ്ണിക്കോ മക്കൾ, എണ്ണിക്കോ. 2 കെട്ടുണ്ടാക്കി. നമ്മൾ അപ്പുറം ചെയ്തതല്ലേ, ഇത് മക്കൾ ഒറ്റക്ക് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ, അദ്വിത എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കി? 2 കെട്ടുണ്ടാക്കി അല്ലേ? 2 കെട്ട് പറയുമ്പോൾ 10ൻ്റെതാണ്. 10ഉം 10ഉം 20 20ഉം 3ഉം 23 എത്രയാണ്? 23 സ്ട്രോയാണ് ആരുണ്ടാക്കിയിനി? നമ്മുടെ അദ്വിത ഉണ്ടാക്കിയത്. ഇനി നന്ദുവോ? നന്ദു എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കി? എണ്ണിക്കേ. 1 2 3 4 5 6 10ൻ്റെ കെട്ട്. 6 10ൻ്റെ കെട്ട് എന്ന് പറഞ്ഞാൽ 60 അല്ലേ? 6 10ൻ്റെ കെട്ട് 60. മറ്റേത് എണ്ണിയേ. ഒറ്റക്ക് വെച്ചത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അല്ലേ? 1 2 3 4 5 6 7 7 ഉണ്ട് അല്ലേ? അപ്പം 67ഉം 23ഉം വരും. അപ്പം നന്ദു ഉണ്ടാക്കിയത് 67, അദ്വിതി ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ എത്ര? 23. രണ്ടും കൂടെ കൂട്ടണം. ഇനി ആകെ എത്ര സ്ട്രോ ഉണ്ടാക്കി? അതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താണ്? ആകെ എത്ര സ്ട്രോ ഉണ്ടാക്കി? അപ്പം മക്കൾ എന്തെല്ലാം കൂട്ടണം? 23ഉം 67ഉം കൂട്ടണം അല്ലേ? എങ്ങനെയാണ് കൂട്ടുക? 23ൻ്റെ ഒപ്പരം 67 കൂട്ടണം.
അല്ലേ? അപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്ന് കണ്ടുപിടിച്ചാൽ ടീച്ചർ ഒരു കുറച്ച് സമയം തരാം. 90 ഉത്തരം കിട്ടീനോ എല്ലാവർക്കും? 90 ഉത്തരം കിട്ടീനോ? കിട്ടീന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഉത്തരം ആകെ എത്ര സ്ട്രോ? 23ഉം 67ഉം കൂട്ടിയിട്ട് മക്കൾക്ക് എത്ര ഉത്തരം കിട്ടണം? 90 എന്ന് ഉത്തരം കിട്ടണം. അപ്പം എങ്ങനെയാണ് കണക്കാക്കുക നമ്മളിത്? എങ്ങനെയാണ് ഇത് കണക്കാക്കുക? അവിടുത്തെ ഓരോരാളുടെയും സ്ട്രോയുടെ എണ്ണം കണക്കാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എണ്ണിക്കൂട്ടണം. എങ്ങനെ കണക്കാക്കുക? 2-3 രീതിയിൽ കണക്കാക്കാം മക്കളെ. ടീച്ചർ ഒന്ന് പറയാം. നോക്കിക്കോ, 23 അല്ലേ? അതിൽ എത്ര 10 ഉണ്ട്? 20 10 ഉണ്ട്. 67 എത്ര 10 ഉണ്ട്? സോറി, ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ട്. 23 എത്ര 10? 2 10. 2 10 20. 67 എത്ര 10? 6 10. 6 10 60. 60 20 മക്കൾക്ക് വേഗം കൂട്ടാലോ. 60 20 എത്ര? 80. ഇനി അതിലെന്നാ ബാക്കിയുള്ളത്? ഒരു 3 7 അല്ലേ ബാക്കിയുള്ളൂ. 7 3 എത്രയാണ്? 10 അല്ലേ? അപ്പോൾ 80ഉം 10ഉം 80ഉം 10ഉം കൂട്ടുക, ഉത്തരം എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ അത് മക്കൾ കണ്ടുപിടിച്ചിട്ട് എഴുതുക. മനസ്സിലായല്ലോ? ഇനി നോക്കേ, അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബാഡ്ജ് ഉണ്ടാക്കലാണ്. നമ്മുടെ ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് ബാഡ്ജിൻ്റെ. ആ ചിത്രം എന്ത് ചെയ്യണം? നല്ല ഭംഗിയിൽ കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെക്കണം. ഇതാണ് പ്രവർത്തനം. ഈ ടീച്ചർ ഒന്നും പറയുന്നില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, കളർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി കണ്ടോ, ബാഡ്ജിലെ സംഖ്യകൾ ക്രമമായി വരച്ച് യോജിപ്പിക്കൂ, എഴുതൂ. നമുക്ക് ആ ബാഡ്ജിൽ കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബാഡ്ജിനെ നോക്കിയേ, അവിടെ ഒരു കുഞ്ഞ് ആരോ മാർക്ക് മക്കൾക്ക് കാണാം. ആ 50ൻ്റെ അടുത്ത് അവിടെ 50 കഴിഞ്ഞിട്ട് ആ ആരോ മാർക്ക് കൊടുത്ത് പിന്നെ വരുന്നത് 55ആണ്, പിന്നെ 60ആണ്, പിന്നെ 65, പിന്നെ 70, 75, 80, 85, 90, 95. അതായത് 5 കൂട്ടി എഴുതുന്നൊരു സിസ്റ്റമാണ് അവിടെയുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ നീലക്കുളം കണ്ടുവാ, ആ നീലക്കുളത്തിൽ മക്കൾ താഴെ എഴുതണം. ബാഡ്ജിലെ ആരോ മാർക്കിനനുസരിച്ച് സംഖ്യകൾ എന്ത് ചെയ്യണം? ക്രമമായി എഴുതണം. ഓക്കെ, ആദ്യം വരച്ച് യോജിപ്പിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ക്രമമായി എഴുതണം. അപ്പോൾ 50 കഴിഞ്ഞ 55 താഴെയാണേ പറയുന്നത്. 50 കഴിഞ്ഞ 55, 60, 65, 70, 75, 80, 85, 90, 95. ഇങ്ങനെ എഴുതിയ ഒന്നാമത്തെ വർക്ക് തീർന്നു. ടീച്ചർ അവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇനി രണ്ടാമത്തെ ബാഡ്ജ് നോക്കിയേ. രണ്ടാമത്തെ ബാഡ്ജിൽ ബാക്കോട്ടാണ് ആരോ മാർക്ക് ഉള്ളത്. 78ൻ്റെ അടുക്കുന്ന ബാക്കോട്ടാണ് ഉള്ളത് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസാണ് ഉള്ളത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്കിൻ്റെ സൂചി പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ 78 പിന്നെ എങ്ങോട്ടാണ് ഉള്ളത്? 76ലേക്കാണ് ഉള്ളത്. 76 74ലേക്ക് പോകണം. 74 72, 72 70, പിന്നെ 68, 66, 64, 62, 60, 58, 56. ഓക്കെ, അങ്ങനെ പോകണം. ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് നിർത്തിയത് നമ്മൾ? പിന്നെ ടീച്ചറുടെ 60 വരെ കൊടുത്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള 58ഉം 56ഉം കൂടെ മക്കളെ ആഡ് ചെയ്യണേ. ടീച്ചർ ചെയ്തതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല അത്. അപ്പോൾ ബാക്കി മക്കളെ ആഡ് ചെയ്യണേ. ഇപ്പോൾ ഒന്നുകൂടെ ടീച്ചർ വായിക്കാം. 78, 76, 74, 72, 70, 68, 66, 64, 62, 60. അത്രയും ടീച്ചർ എഴുതിയിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം ഉണ്ട് ആഡ് ചെയ്യാൻ, 58ഉം 56ഉം. ടീച്ചർക്ക് തെറ്റുപറ്റിയതാ കേട്ടോ, സോറി. ഇനി നോക്കിക്കോ, അടുത്ത പരിപാടി. സാവനും കൂട്ടുകാരും ബാഡ്ജുകൾ അടുക്കി വയ്ക്കുകയാണ്. 50 എണ്ണം എടുത്തു വെച്ചു. ബാക്കിയുള്ളവ കൂടി ചേർത്ത് എണ്ണി വയ്ക്കുകയാണ്. അവർ 50 ബാഡ്ജ് ഓൾറെഡി പാക്ക് ചെയ്തു. ബാക്കിയുള്ളവ അവർ എണ്ണി വെക്കുകയാണ്. 50ഉം 1ഉം 51, 51ഉം 1ഉം 52 അല്ലേ? ഇങ്ങനെയാണ് അവർ എണ്ണുന്നത്. നിവേദി ഇങ്ങനെയാണ് എഴുതിയത്, നോക്കിക്കോ. 50ഉം 1ഉം 51, 51 1ഉം 52, 52 1ഉം 53, 53 1ഉം 54. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എഴുതിയാലോ? 54 1ഉം 55. ടീച്ചർ അവിടെ കൊടുത്തിട്ട് അതാ റൈറ്റ് സൈഡിൽ. 54 1ഉം 55, 55 1ഉം 56, 56 1ഉം 57, 57 1ഉം 58, 58 1ഉം 59, 59 1ഉം 60. അപ്പം ഇങ്ങനെ എഴുതണം. ഇങ്ങനെയാണ് നിവേദ് എണ്ണാൻ വേണ്ടി അത് കൂട്ടിയത്. 51 51 കൂട്ടി, പിന്നെ 51ൻ്റെ കൂടെയാണ് 1 കൂട്ടുന്നത്.
ഇങ്ങനെയാണ് അവൻ എണ്ണിയത്. ആര്? നമ്മുടെ നിവേദ എണ്ണിയത് ഇങ്ങനെയാണ്. ഇനി അടുത്ത ആളെ നോക്കേ. സഫ പക്ഷേ എഴുതിയത് മറ്റൊരു രീതിയിലാണ്. സഫ എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കാം. 50ഉം 1ഉം 51, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ അവൾ ചെയ്തത് 51ൻ്റെ കൂടെ 1 കൂട്ടുകയല്ല ചെയ്തത്, 50ൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു? 2 കൂട്ടി. 50ഉം 2ഉം 52, 50ഉം 3ഉം 53, 50ഉം 4ഉം 54. ബാക്കി നമ്മൾ എഴുതണം. നമുക്ക് എഴുതിയാലോ? 50ഉം 5ഉം 55, 50ഉം 6ഉം 56, 50ഉം 7ഉം 57, 50ഉം 8ഉം 58, 50ഉം 9ഉം 59, 50ഉം 10ഉം 60. ഓക്കെ, 50 50 എന്നല്ല 50 എന്ന് പറയണം കേട്ടാ. ഓക്കെ, അപ്പോൾ 50ഉം 10ഉം 60. ഓക്കെ, അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഇത് മക്കൾ സ്വന്തമായിട്ട് എഴുതണേ, എഴുതി പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, 60 ബാഡ്ജുകളാണ് അടുക്കി വെച്ചത്. 60നെ പല രീതിയിലാണ്, പല വിധത്തിലാണ് ഓരോരുത്തരും പറഞ്ഞത്. ആദ്യത്തെ ആൾ പറഞ്ഞു 50ഉം 10ഉം അല്ലേ, 50 കൂട്ടണം 10, 50ഉം 10ഉം 60. രണ്ടാമത്തെ ആൾ പറഞ്ഞു 6 10, 6 10 എത്രയാണ്? 60. മൂന്നാമത്തെ ആൾ പറഞ്ഞു 59ഉം 1ഉം ചേർന്നിട്ടാണ് 60 ആയത്, 51ഉം 1ഉം. നാലാമത്തെ ആളെ നോക്കിയേ, അയാൾ പറഞ്ഞു ഞാൻ 50ൻ്റെ ഒപ്പരം 5 കൂട്ടി പിന്നെ ഒരു 5 കൂട്ടി, അപ്പം 50 കൂട്ടണം 5 കൂട്ടണം 5, അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്? 60 കിട്ടിയത്. ലാസ്റ്റത്തെ ആളെന്നാ പറഞ്ഞേ, ഞാൻ 70ന്ന് 10 കുറച്ചു അല്ലേ, 70ന്ന് 10 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 60 കിട്ടി. അപ്പം പല രീതിയിൽ അവിടെ 60 കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത മക്കൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, 60നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. അവിടെ 3 എണ്ണം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1 50നേക്കാൾ 10 കൂടുതൽ, 2 59നും 61നും ഇടയിൽ, മൂന്നാമത്തത് അവിടെ കൊടുത്തിട്ടുള്ളത് 59ൻ്റെ കൂടെ 1 കൂട്ടിയത്, 59 + 1. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയൊക്കെ നമുക്ക് 60 കിട്ടും? ഒന്ന് മക്കൾ ചിന്തിച്ച് ചെയ്താട്ടെ. മക്കളത് ചിന്തിച്ച് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് മക്കളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ടീച്ചർ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 70ന്ന് 10 പോയാൽ എന്ത് കിട്ടും? 60 കിട്ടും. 50ഉം 10ഉം 60, 50 കൂട്ടണം 10 60, 55 കൂട്ടണം 5 60, 58 കൂട്ടണം 2 60, 30ഉം 30ഉം 60, 40ഉം 20ഉം 60, 80ന്ന് 20 കുറച്ചാൽ 60, 90ന്ന് 30 കുറച്ചാൽ 60, 100ന്ന് 40 കുറച്ചാൽ 60, 57നോട് 3 കൂട്ടിയാൽ 60, 56നോട് 4 കൂട്ടിയാൽ 60, 56നോട് 4 കൂട്ടിയാൽ 60, 54നോട് 6 കൂട്ടിയാലും 60, 53നോട് 7 കൂട്ടിയാൽ 53നോട് 7 കൂട്ടിയാൽ എത്രയാ? 53നോട് 7 കൂട്ടിയാൽ എത്രയാ? പറ. 53നോട് 7 കൂട്ടിയാലും 60, 52നോട് 8 കൂട്ടിയാലും 60, 51നോട് 9 കൂട്ടിയാലും 60. അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മക്കളൊന്ന് പഠിക്കാം. ടീച്ചർക്ക് അറിയാം കുറച്ച് ലെങ്തി ആയി പോയി എന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് മക്കളൊന്ന് എല്ലാവരും ചെയ്ത് സെറ്റായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ടീച്ചറെ. അപ്പോൾ എന്നപ്പോഴേ ടീച്ചർക്ക് കൂടുതൽ വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചർ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മക്കളത് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ മക്കളെ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം.